ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിരിക്കുകയാണെങ്കിൽ നാളത്തെ എക്സാമിന് വരയ്ക്കാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ അടിപൊളിയായി ആൻസർ ചെയ്യും. അതെനിക്ക് 100% ഉറപ്പാണ്. സോ വരയ്ക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസിൽ നിന്നും ഏഴാമത്തെ ചാപ്റ്ററായ ടാൻജൻസിൽ നിന്നുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വരയ്ക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എങ്കിൽ സർക്കിൾസിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ വേണ്ടത്, ഒരു സർക്കിൾ വരയ്ക്കണം 3 സെന്റിമീറ്റർ റേഡിയസിൽ. പിന്നെയോ ഇതിന്റെ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50, 60, 70. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിന്റെ ആംഗിൾ 50, 60, 70 ആവണം. ആൻഡ് വേർട്ടിസസ് ഓൺ ദി സർക്കിൾ. അതായത് ഇങ്ങനെ ഇവിടെ സർക്കിളും ഇവിടെ ട്രയാങ്കിളും അല്ല വരയ്ക്കേണ്ടത്, ഈ സർക്കിളിന്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. അതായത് നോക്കൂ, ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ത്രികോണത്തിന്റെ മൂലകളാണ് അല്ലെങ്കിൽ എന്താണ്, വേർട്ടിസസ് ആണ് ത്രികോണത്തിന്റെ മുകളിൽ വരേണ്ടത്, വൃത്തത്തിന്റെ മുകളിൽ വരേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഫിഗർ വരേണ്ടത്. വൃത്തം, ആ വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ മൂലകളൊക്കെ ഇവിടെ വൃത്തത്തിന്റെ മുകളിൽ ഉണ്ടാവണം. റെഡി. ആൻഡ് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 50, 60, 70 ആവുകയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയോ വരയ്ക്കുക എന്നുള്ളത്? അത് വളരെ സിമ്പിളാണ്. ട്രയാങ്കിളിന് 50, 60, 70 ആണ് ആംഗിൾസ് വേണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒക്കെ ഡബിൾ എടുക്കുക. ഓക്കെ, ഡബിൾ എടുക്കുക. എന്നിട്ടോ 3 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. അത് 3 സെന്റിമീറ്റർ ആരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വൃത്തം വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ആംഗിൾസ് എന്ത് ചെയ്യുക, സെൻട്രൽ മാർക്ക് ചെയ്യുക. 100 ഡിഗ്രി ഞാൻ ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുന്നു, ഇങ്ങനെ 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, ദാ 100 ഡിഗ്രി. ഓക്കെ, 100 ഡിഗ്രി ഉണ്ട്. അടുത്ത എത്ര, 120. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മാർക്ക് ചെയ്യുന്നു, 120 മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തത് 140 എന്നാണ് ഉണ്ടാകുക. കാരണം എന്താണ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എല്ലാം കൂടി കൂട്ടി 360 ഉണ്ടാവേണ്ടി, 100ഉം 120, 220 ആയില്ലേ. അപ്പോൾ ഇവിടെ 140 ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി വളരെ സിമ്പിളാണ്. ഈ പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങ് കണക്ട് ചെയ്താൽ മതി. ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ നോക്കൂ, അവർ പറഞ്ഞ റേഡിയസിൽ സർക്കിളായി, ആ സർക്കിളിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിളായി. പക്ഷേ ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 50, 60, 70 ആയോ? ആയി സാർ. കാരണം ഇത് 140 ആണല്ലോ, അതുകൊണ്ട് ഇവിടെ എത്രയാണ് വരിക, 70 വരിക അല്ലേ. നമുക്കറിയാം ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്നത് 140 ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുക 70 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ 70 കിട്ടാൻ വേണ്ടി നമ്മൾ ബുദ്ധിപരമായി എന്ത് ചെയ്താൽ സെൻട്രൽ 140 ആയിട്ട് എടുത്തതാണ്. അതുപോലെ ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടാവും, 50 ഉണ്ടാവും. ഇവിടെ 120 ആയതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടാവും, 60 ഉണ്ടാവും. സോ അവർ പറഞ്ഞ എല്ലാ കാര്യവും നടന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറന്നു പോകരുത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സാധനത്തിൽ നിന്ന് പല പല രീതിയിലാണ് ചോദ്യം ചോദിക്കുക. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇൻ ദ പിക്ചർ, ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ആൾ ഒരു ഡയമീറ്റർ ആണ്, വ്യാസമാണ് എന്നാണ് പറഞ്ഞത് സെമി സർക്കിളിന്റെ അർദ്ധവൃത്തത്തിന്റെ. ആൻഡ് പി സി എന്ന് പറഞ്ഞ ആൾ എന്താ, ഇവിടെ ഇങ്ങനെ ലംബമായിട്ട് കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് 5 സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് ഇവിടം വരെ, ഇത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പി സി കാണണം. പി സി കാണണം. ഇവിടെ വർക്കാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ, യെസ്, പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. എന്താടാ, പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. അത് എപ്പോഴാണ് അതാവുക, അതായത് എ ബി എന്ന് പറഞ്ഞ ആൾ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും ഈ പി സി എന്ന് പറഞ്ഞ ആൾ വ്യാസത്തിന് കുത്തനെയുള്ള വരയും ആവുമ്പോഴാണ് ഇവിടെ എന്ത് വർക്ക് ചെയ്യുക, പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പി എ ഇൻറ്റു പി ബി എന്ന് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പി സി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് പി സി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പി എ ഇൻറ്റു പി ബി ചെയ്യുക. പി എ ഇൻറ്റു പി ബി എത്ര, 5 ഇൻറ്റു 3 ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ പി സിൻ്റെ സ്ക്വയർ നമുക്ക് എത്രയാണെന്ന് കിട്ടി, 15 ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ പി സി എത്രയായിരിക്കും, √15 അല്ലേ, √15. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ, ഇത് 5ഉം ഇത് 3ഉം ആണെങ്കിൽ ഈ സാധനം 5 ഇൻറ്റു 3 15 ആണോ? അല്ല, √15 ആണ് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയാണ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ √15 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് നമുക്കൊരു സമചതുരം വരയ്ക്കണം. ഈ സമചതുരത്തിന്റെ ഏരിയ എത്രയാവണം, √15 ആവണം. അല്ല, 15 സ്ക്വയർ സെന്റിമീറ്റർ ആവണം. അപ്പോൾ എങ്ങനെ വരയ്ക്കാം, അതായത് ഇതിന്റെ ഏരിയ 15 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡ് എത്ര ആയിരിക്കും, നിങ്ങൾ പറ, ഇതിന്റെ ഒരു സൈഡ്, യെസ് സാർ, √15 ആവണം അല്ലേ. അപ്പോഴല്ലേ നോക്കൂ, ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണുക, അപ്പോൾ √15 ആണ് സൈഡ് എങ്കിൽ ഇതിന്റെ എന്തെടുക്കും, സ്ക്വയർ എടുക്കും. അപ്പോൾ ഈ സ്ക്വയറും റൂട്ടും കട്ടായി പോകും, 15 ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 15 ഏരിയ കിട്ടണമെങ്കിൽ ഈ സ്ക്വയറിന്റെ സൈഡ് എത്ര ആവണം, √15 ആവണം. പക്ഷേ സാർ, √15 എന്നുള്ള ലൈൻ എങ്ങനെ ഞങ്ങൾ സ്കെയിലിൽ വരയ്ക്കും, നടക്കുമോ? ഇല്ല.
പക്ഷെ നിങ്ങൾക്ക് എ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ഉണ്ടായി റൂട്ട് 15 കിട്ടാൻ. എന്താണ് ആ ഓപ്ഷൻ? നിങ്ങൾക്കറിയാം ഇവിടെ 5ഉം ഇവിടെ 3ഉം ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന ലൈൻ എത്രയായിരിക്കും? റൂട്ട് 15 ആയിരിക്കും. അപ്പോൾ റൂട്ട് 15ൻ്റെ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള ഒരു സമചതുരം സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് റൂട്ട് 15 ആവണം. റൂട്ട് 15 എന്ന് പറഞ്ഞ ലെങ്ത് നമ്മളുടെ സ്കെയിലില്ല, പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ട് റൂട്ട് 15 കിട്ടാൻ. ഇത് 5, ഇത് 3, എന്നിട്ട് ഈ ടോട്ടൽ ലെങ്ത് ഡയമീറ്റർ വ്യാസമാക്കി ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ പോയിന്റ് ഇങ്ങനെ കുത്തനെ വരച്ചാൽ എത്രയായിരിക്കും? റൂട്ട് 15 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അടുത്തതായിട്ട് എന്താണ്? 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഇനിയോ ഈ ടോട്ടൽ ലെങ്ത് വ്യാസമായിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. ടോട്ടൽ എത്ര? 5, 3, 8. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് അർദ്ധവൃത്തം എങ്ങനെ വരയ്ക്കുക? അർദ്ധവൃത്തം വരയ്ക്കണ സെൻറ്റർ വേണ്ടേ? ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ്? 5, 3, 8. അപ്പോൾ കറക്റ്റ് 4 എന്തുണ്ടാകുക? സെൻറ്റർ ഉണ്ടാകുക. അപ്പോൾ സെൻറ്റർ കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് റേഡിയസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്ത് ചെയ്തിട്ട് ഒരു മെനയാണല്ലേ സജി? ഓക്കെ, ഇങ്ങനെ നിങ്ങൾ വരയ്ക്കും. ഇനി സിമ്പിളാണ് സാർ. ഇവിടുന്ന് ഈ പച്ച ലൈനിന്ന് ഇങ്ങോട്ട് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് 5 ആണ്, ഇത് 3 ആണ്. അപ്പോൾ 5 × 3 15 ആണോ? ഇത് അല്ല, റൂട്ട് 15 ആയിരിക്കും. ആരുണ്ടാകുക? ഇവൻ ഉണ്ടാകുക. അപ്പോൾ ഒരു സൈഡ് കിട്ടിയല്ലോ, റൂട്ട് 15 എന്നുള്ള ലെങ്ത് കിട്ടിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി വരയ്ക്കണേ സിമ്പിളാണ്. ഇതാണ് റൂട്ട് 15. ഇത് സ്കെയിലിൽ എടുക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് മക്കൾ മറക്കരുത്. അപ്പോൾ എന്താണ് ഇവിടെ മെയിൻ പോയിന്റ്? ഇപ്പോൾ ഇതൊരു 8ഉം ഇതൊരു 4ഉം ആണെങ്കിൽ ടോട്ടൽ ചെങ്ങായിനെ വ്യാസമാക്കിയിട്ട് ഞാനൊരു അർദ്ധവൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തനെ വരയ്ക്കുന്ന ഈ ലൈനിന് എത്രയായിരിക്കും ലെങ്ത് ഉണ്ടാകുക? ഈ ഒരു ലൈനിന് സാർ 8 × 4 32 ആണോ? അല്ല, റൂട്ട് 32 ആയിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇനി ഇതേ ചോദ്യം വേറൊരു രീതിയിൽ ചോദിക്കും. കണ്ടോ? ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 12 സെൻറ്റിമീറ്റർ. റൂട്ട് 12ൻ്റെ ലൈൻ എങ്ങനെ വരയ്ക്കാം? നിങ്ങൾക്ക് ഇവിടെ റൂട്ട് 15 കിട്ടാൻ കാരണം എന്താണ്? 5 × 3 15 അതിൻ്റെ റൂട്ട് അല്ലേ? അതുപോലെ റൂട്ട് 12 കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? വേണമെങ്കിൽ 12ഉം 1ഉം എടുക്കുക അല്ലേ? അല്ലെങ്കിൽ 6ഉം 2ഉം എടുത്താൽ മതി അല്ലേ? അപ്പോഴും 12 കിട്ടും. അല്ലെങ്കിൽ 4ഉം 3ഉം എടുത്താൽ മതി അല്ലേ? എന്ത് വേണമെങ്കിലും എടുക്കാം അല്ലേ? ഞാൻ 4ഉം 3ഉം എടുക്കുന്നത്, അതല്ലേ രസം. അപ്പം ഞാൻ ആദ്യം 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നത്, പിന്നെ എന്ത് വരയ്ക്കുന്നു? ഒരു 3 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, എനിക്ക് കിട്ടേണ്ടത് എത്രയാണ്? ലൈൻ്റെ ലെങ്ത് റൂട്ട് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? സിമ്പിളി ഇവൻ വ്യാസമാക്കിയിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കണം. അപ്പോൾ ഇത് ടോട്ടൽ 4ഉം 3ഉം 7 ആണ്. അപ്പം കറക്റ്റ് ഏഴിൻ്റെ പകുതി എവിടെയാണ്? 3.5-ലാണ്. അപ്പോൾ 3.5 വരയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്നിട്ട് അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഇനിയോ ഈ പോയിന്റ് നിന്നാണോ ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കേണ്ടേ? അല്ല, ഈ 2 ലെങ്ത്തും സ്പ്ലിറ്റ് ആകുന്ന എടുത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇത് 4ആണ്, ഇത് 3ആണ്. ഇത് എന്തോ ലൈൻ അല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ വരയ്ക്കുന്നത്? കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് 4ഉം ഇത് 3ഉം ആണ്. ഇത് എത്ര ഉണ്ടാവും? 4 × 3 12 അതിൻ്റെ റൂട്ടായിരിക്കും. സിമ്പിളായിട്ട് കിട്ടി. ആൻഡ് ഡ്രോ എ സ്ക്വയർ ഹാവിങ് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് നേരത്തെ അതേ ചോദ്യം തന്നെ അല്ലേ? നേരത്തെ അതേ ചോദ്യം തന്നെ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക? സിമ്പിൾ. ഇതാ റൂട്ട് 12 ആണ് ഒരു സൈഡ് ഉണ്ടാകുക, 12 ആണ് ഏരിയ വേണ്ടെങ്കിൽ. അപ്പോൾ റൂട്ട് 12 ഇവിടെ കിട്ടിക്കും. നേരത്തെ ചെയ്തായിട്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താടാ? സിമ്പിളായിട്ട് നമ്മളുടെ സംഭവം കിട്ടി. റെഡിയല്ലേ? നേരത്തെ ചോദ്യവും ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. പക്ഷേ ഇനിയാണ് ഒരൊറ്റ വെറൈറ്റിയും കൂടി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാൻജൻസിലേക്ക് പോകാം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് 5 and 3. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഓക്കെ, അതായത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. അത് എളുപ്പമല്ലേ സാർ? 5 സെൻറ്റിമീറ്റർ വരച്ചു, 3 സെൻറ്റിമീറ്റർ വരച്ചു. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കലൊക്കെ ഞങ്ങൾക്ക് എളുപ്പമുള്ള കാര്യം. ഇത് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കും ആണല്ലോ? ആണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. നോക്കട്ടെ, ഇതിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അതിന് ഇതിൻ്റെ ഏരിയ എത്ര? ഇതിൻ്റെ ഏരിയ എത്രടാ? ഇതിൻ്റെ ഏരിയ സാറേ 5 × 3 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ആണല്ലേ? അപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഏരിയയും എത്ര തന്നെ വേണം? 15 തന്നെ വേണം അല്ലേ? 15 തന്നെ വേണം. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര ആവണം? റൂട്ട് 15 ആവണം. ആണല്ലോ? ആണ്. റൂട്ട് 15 എങ്ങനെ കിട്ടുക? റൂട്ട് 15 എങ്ങനെ കിട്ടുക? സിമ്പിൾ അല്ലേ? റൂട്ട് 15 കിട്ടണമെങ്കിൽ 5ഉം
3 എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് റൂട്ട് 5 ആയിരിക്കും. ആണ് സാർ. അപ്പോൾ ഓൾറെഡി ഇവിടെ 5 സെൻറ്റിമീറ്റർ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ബാക്കി വരയ്ക്കാൻ പോവാണ്. അപ്പോൾ 5 ഉണ്ട് ഇവിടെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 വേണം അല്ലേ, 5ഉം 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു. അപ്പോൾ ടോട്ടൽ എത്രയായി, 8ആയി. ഈ 8ൻ്റെ നടുവിൽ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യുന്നു, കുത്തിടുന്നു. എന്നിട്ട് ഇവൻ വ്യാസമാക്കിയിട്ട് ഞാൻ ഒരു അർദ്ധവൃത്തം സെമി സർക്കിൾ വരയ്ക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഇത് 5 ഇത് 3 അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കുത്തനെ യോജിപ്പിക്കും, കുത്തനെ 90 ഡിഗ്രിയിൽ ഒരു റെഡ് ലൈൻ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് 5 ഇത് 3. അപ്പോൾ ഇത് എത്രയായിരിക്കും നിങ്ങൾ പറ, 5 × 3 15. ആ 15ൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ ഈ സാധനം എത്രയാണ്, റൂട്ട് 15 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ടിയോ അത് തന്നെയല്ലായിരുന്നോ. അതായത് ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുള്ള സമചതുര വരയ്ക്കണ്ടേ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവെങ്കിൽ അതിൻ്റെ സൈഡ് റൂട്ട് 5 ആവണം. അപ്പോൾ റൂട്ട് 5 എന്നുള്ള ലെങ്ത് നമുക്ക് കിട്ടി. ഇനി ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത വരെ തന്നെ എന്ത്, ഇത് കോമ്പസിൽ അളക്കുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു ആൻഡ് കണക്ട് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ആൻസർ സിമ്പിളാണ്. സോ ഈ ഒരു സാധനം ആരും മിസ്സാക്കാണ്ടിരിക്കുക. ഇത് ഉറപ്പായിട്ടും 100% നിങ്ങൾ ചോദിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ടാൻജൻസിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുക, ടാൻജൻസിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുക ഇങ്ങനെയാണ്. ആദ്യം നമ്മളോട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറയും. അപ്പോൾ ഇത്ര റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സർക്കിൾ അങ്ങ് വരച്ചു കൊടുക്കും. എത്ര സെൻറ്റിമീറ്ററാണ്, ചിലപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കാൻ പറയും. ഓക്കെ, വരച്ചു. മാർക്ക് എ പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി 3 ആയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ടോട്ടൽ ഇതാ 6 സെൻറ്റിമീറ്റർ അകലെ നമ്മൾ എന്ത് ചെയ്തു, പി എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടത്, ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ. പിയിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. ഈ പിയിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരയ്ക്കണം, ടാൻജന്റ്. അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ വരച്ചാൽ പോരെ. ഒരിക്കലും പോരാ, ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല, മാർക്ക് കിട്ടൂല. നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്ററിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇത് മാർക്ക് ചെയ്ത്, പി 6 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. ഈ ഒരു ലെങ്ത്ത് ഡയമീറ്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം, വ്യാസമാക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അതിനാദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടണം. അപ്പോൾ ഇത് ടോട്ടൽ 6 ആണ്. അപ്പോൾ സെൻറ്റർ ഇവിടെ ആയിരിക്കും 3-ലായിരിക്കും ഉണ്ടാകുക അല്ലേ, കറക്റ്റ് ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ 3.5 സെൻറ്റർ ഇവിടെ ആയിരിക്കും സെൻറ്റർ ഉണ്ടാകുക. ഓക്കെ, ഇതെന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്നല്ലോ. റെഡി. ഇനിയോ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് സെൻറ്റർ, ഇത് ഇവിടെ നിങ്ങോട്ടുള്ളതാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഈസിലി സർക്കിൾ വരയ്ക്കാൻ പറ്റുമല്ലോ. വരയ്ക്കാൻ പറ്റും സാർ, സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കോഴിമുട്ട വരച്ച് വെച്ച് എന്ത് ചെയ്തിട്ടും റെഡി ആവില്ലല്ലോ. ഓക്കെ, തൽക്കാലം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോടാ, അത് മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നും ഈ 2 സർക്കിൾ കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റില്ലേ, അങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഇതാണ് ടാൻജൻറ്റ്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക, ടാൻജൻ്റായി. ഇത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഈ ഒരു സാധനത്തിന് സോറി, ഇത് വേണമെങ്കിൽ ടൈം എടുത്തും എല്ലാം വൃത്തിക്ക് വരയ്ക്കുക. പക്ഷേ ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞാൽ സിംപ്ലി മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, അതിൻ്റെ മുകളിൽ കൂടുതൽ ടൈം എടുക്കാത്തത്. അടുത്തൊരു ചോദ്യം വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എ സി എന്ന് പറയുന്നു, ബി സി എന്ന് പറയുന്നു. ഓക്കെ, ഇതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു ആംഗിള്, അതായത് ഈ എ എന്ന് പറഞ്ഞ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് തൊടുവരകളാണ് ഇവന്മാർ രണ്ടാളും. അപ്പോൾ ഈ തൊടുവരകൾക്കിടയിലുള്ള ഈ ഒരു ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2 പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ആരങ്ങൾ, റേഡിയസുകൾക്കിടയിലുള്ള കോണും നോക്കൂ, ആരങ്ങൾക്കിടയിലുള്ള കോണും തൊടുവരകൾക്കിടയിലുള്ള കോണും, ഈ 2 കോണുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ്, രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, സിംപ്ലി പറയാൻ പറ്റും 70 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ആൻഡ് ഇതല്ല നമ്മളുടെ കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2.5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കണം ആൻഡ് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ആംഗിൾസ് 50, 60, 70 ആവണം. അപ്പോൾ ആൻഡ് ഓൾ ഇറ്റ് സൈഡ്സ് ആർ ടച്ചിങ് ആർ ടാൻജൻസ് ടു ദി സർക്കിൾ. അതായത് 2.5 സെൻറ്റിമീറ്ററിൽ ഒരു ഇത് വരയ്ക്കണം. പിന്നെ 50, 60, 70 ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞത്. 50, 60, 70. അല്ല സാറേ, ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ ചെയ്ത്? അല്ല, ഫസ്റ്റിൽ എന്തായാലും പറഞ്ഞത് ഓൾ ഇറ്റ്സ് വേർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ എന്നാണ്. എല്ലാ മൂലകളും എന്താണ്, വൃത്തത്തിൻ്റെ മുകളിൽ വേണമെന്ന് പറഞ്ഞത്. ഇപ്പം നോക്കൂ, ഇപ്പം എന്താ പറയുന്നത്, ഓൾ ഇറ്റ്സ് സൈഡ്സ് ആർ ടാൻജൻസ് ടു ദ സർക്കിൾ എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെയല്ല ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സർക്കിളിൻ്റെ ടാൻജൻസ് ആയിരിക്കണം ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇതാ ഇതും ഒക്കെ എന്താവണം, ഇങ്ങനെ ആവണം അല്ലേ. ഈ സർക്കിൾ ആ സർക്കിളിൻ്റെ ടാൻജൻറ്റ്
തൊടുവരകളായിരിക്കണം ഈ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളാണ് ഈ വൃത്തത്തിനെ തൊടേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത് എന്ന് അർത്ഥം. ഓക്കെ, വരയ്ക്കാം. അപ്പൊ എങ്ങനെയാണ് അത് വരയ്ക്കാം? നിങ്ങൾ നോക്കൂ, എനിക്കിപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾസും എത്രയൊക്കെ കിട്ടേണ്ടത്? 50, 60, 70. അപ്പൊ ഇവിടെ 70 ആണെങ്കിൽ നടുവിൽ 110 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ഇവിടെ 50 ആണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ എത്ര എടുത്താൽ മതി? നിങ്ങൾ പറ. സിമ്പിൾ സാർ, 130 എടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് വേണ്ട ആംഗിൾസ് എത്രയൊക്കെയാണ്? 50, 60, 70. 50, 60, 70. നേരത്തെ കേസിൽ എന്തായിരുന്നു അടാ? നേരത്തെ കേസിൽ അതായത് വൃത്തങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നോക്കൂ, നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്കിതാ 150 ആണെങ്കിൽ ഇവിടെ നമ്മൾ 100 എടുത്തു അല്ലേ? പക്ഷേ അതാണോ ഇവിടെ ചെയ്യുന്നത്? ഡബിൾ ആണോ ഇവിടെ എടുക്കുന്നത്? അല്ല, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ ആണ് എന്ത് കിട്ടേണ്ടത്? 50 എന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ എന്തെടുക്കും? 130 എടുക്കും. അതുപോലെ നമുക്ക് 50 ആണ് പുറത്ത് വേണ്ടെങ്കിൽ ഇവിടെ 130. ഓക്കെ, 60 ആണെങ്കിലോ 120, 70 ആണെങ്കിലോ 110 എടുത്താൽ മതി സാർ. അപ്പോൾ സിമ്പിളാണല്ലോ. അപ്പോൾ എത്രയൊക്കെ ആംഗിൾസ് ആണ് നടുവിൽ എടുക്കേണ്ടത് നമുക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആദ്യം അവർ ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുക, അതിൻ്റെ റേഡിയസും പറഞ്ഞിരിക്കുക. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ആദ്യം ഒരു സർക്കിൾ വരച്ചു, 2.5 സെൻറ്റിമീറ്റർ. ഇനി ഈ 130, 120, 110 ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ്? സെൻട്രൽ അടയാളപ്പെടുത്തുകയാണ്. 130, 120, 110 സിമ്പിളായിട്ട് അടയാളപ്പെടുത്തി വെക്കുക. ഇനി നിങ്ങൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണോ മുത്തേ? ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ മൂലകളല്ലേ എന്ത് ചെയ്യൂ? മൂലകളല്ലേ ഈ ഒരു സർക്കിളിനെ തൊടു. മാത്രമല്ല ഇത് 110 ആണ്, ഇത് 55 ഉണ്ടാകുക. ഇത് 130 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാകുക? അതിൻ്റെ പകുതി 65 ഉണ്ടാകുക. ഇതൊക്കെയാണ് നമ്മൾ ആംഗിൾസ്. അല്ല, നമുക്ക് ത്രികോണത്തിന് 50, 60, 70 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഈ പോയിന്റിനൊക്കെ നമ്മൾ ടാൻജൻസ് ആണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെ വരയ്ക്കുക? അത് നിങ്ങൾ ഏകദേശം എന്താണ് ഈ ഒരു റേഡിയസിന് 90 ഡിഗ്രി ആയിട്ട് നിങ്ങളങ്ങ് വരച്ചാൽ മതി. അതിലൊന്നും നിങ്ങളെ മാർക്കൊന്നും ആരും പോക്കാൻ പോകുന്നില്ല. അതുപോലെ ഇവിടെ നിന്നും 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ നിന്നും എന്ത് ചെയ്യും? 90 ഡിഗ്രി. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയാം റേഡിയസുകൾക്കിടയിലുള്ള കോണും തൊടുവരകൾക്കിടയിലുള്ള കോണും ഇത് തമ്മിൽ എന്താ ബന്ധം? ഇത് 110 ആണ്, ഇത് എത്രയായിരിക്കും ഉണ്ടാകുക? 70 ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ എല്ലാ ആംഗിൾസും നമുക്ക് പറഞ്ഞുകൂടെ? സിമ്പിളായിട്ട് പറയാം സാർ. ഇവിടെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാച്ച് സുന്ദരനാക്കുക. റെഡി. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് 60, ഇത് 130 ആണെങ്കിൽ ഇത് എത്ര? 50, ഇത് 110 ആണെങ്കിൽ ഇത് 70. സോ അവരെന്ത് പറഞ്ഞു? ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു, അല്ല സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു, റേഡിയസ് 2.5. അത് നമ്മൾ വരച്ചു. പിന്നെ അവരെന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, ട്രയാങ്കിൾ വരച്ചു മഞ്ഞ കളറിൽ. അതിൻ്റെ ആംഗിൾസ് 50, 60, 70 ആവണമെന്ന് പറഞ്ഞു. അതും ചെയ്തു. ആൻഡ് ഓൾ ഇറ്റ് സൈഡ്സ് ആർ ടാൻജൻറ്റ് ടു ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിരിക്കണം എന്ത്? ഈ ത്രികോണത്തിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞത്. അതും നടന്നു. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടേ. ഓക്കെ, ആൻഡ് ഇതേ ചിത്രം വരയ്ക്കുന്ന തന്നെയാണ് എന്ത്? അടുത്ത ക്വസ്റ്റ്യനും എന്താണ്? ഒരു സർക്കിള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു സർക്കിള്, അതിൻ്റെ ടാൻജൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ത്രികോണം. ഇത് തന്നെയാണ് അടുത്തതും വരയ്ക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ അകത്തുള്ള ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നേരത്തെ തന്നിരുന്നു 2.5. ഇനി വേറൊരു കാര്യമുണ്ട്. റേഡിയസ് തരാണ്ട് ഈ സെയിം ഫിഗർ എങ്ങനെ വരയ്ക്കും? അതായത് സർക്കിള്, അതിൻ്റെ പുറത്തുകൂടി ട്രയാങ്കിള്, പക്ഷേ ഈ സർക്കിളിൻ്റെ റേഡിയസ് തരൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ, സർക്കിളിൻ്റെ റേഡിയസ് എവിടെ ഉണ്ടോ നോക്കി. എവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ എന്താ നമ്മൾ വേറെ എന്ത് തന്നിട്ടുണ്ട്? ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എത്ര? 6, 7, 8 സെൻറ്റിമീറ്റർ ആവണം. 6, 7, 8. അങ്ങനെയെങ്കിൽ ആ ട്രയാങ്കിൾ നമുക്ക് ആദ്യം വരയ്ക്കാമല്ലോ. വരയ്ക്കാം സാർ. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം ആ ട്രയാങ്കിൾ അങ്ങ് വരച്ചു കളയുന്നു. ആ ട്രയാങ്കിൾ ഞാൻ വരച്ച് ടൈം കളയണോ? വേണ്ട. നിങ്ങൾക്കറിയാം 6, 7, 8 എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരച്ചു. എത്ര? 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ സർക്കിൾ വിച്ച് ടച്ചസ് ഓൾ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഒരു വൃത്തം വരയ്ക്കണം. ആ വൃത്തത്തിൻ്റെ പ്രത്യേകത എന്താ? ആ വൃത്തം ട്രയാങ്കിളിൻ്റെ എല്ലാ വശത്തിനെയും തൊടണം എന്നാണ് പറഞ്ഞത്. എല്ലാ മൂലനെയും തൊടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ലേ വരയ്ക്കേണ്ടേ? അങ്ങനെയല്ല, ഉള്ളിലാണ് വൃത്തം വരേണ്ടത്. പിന്നെന്താ പറഞ്ഞത്? ആൻഡ് മെഷർ ഇറ്റ്സ് റേഡിയസ്. അതായത് ഉള്ളിൽ ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ആരെത്രയാണെന്ന് അളന്ന് എഴുതാനാണ് പറഞ്ഞത്. കണക്കൂട്ടി എഴുതാനല്ല, അളന്ന് എഴുതാൻ. അപ്പോൾ എങ്ങനെയാണോ അത് ചെയ്യാം? അത് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും 2 കോണുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം?
ആംഗിൾ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി വരയ്ക്കുക. അതെങ്ങനെ ഈ കോണിന് സമഭാജി വരയ്ക്കുക? ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു അളവ് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് ഇടുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇടുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്ത്, ഈ കോണിൻ്റെ സമഭാജി അല്ലെങ്കിൽ എന്താ, ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ഈ ടോട്ടൽ കോണ് 80 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ചെറിയ കോണുകൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത കോണിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ രീതിയിൽ തന്നെ സമഭാജി വരയ്ക്കാം. ഓക്കെ. ഈ രണ്ട് സമഭാജികളും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും മക്കൾസെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു വൃത്തം വരയ്ക്കണം അല്ലേ? അല്ലേടാ, ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു വൃത്തം വരയ്ക്കണ്ടേ? വേണം. ആ വൃത്തം വരയ്ക്കണ ഒരു കേന്ദ്രം വേണം. ആ കേന്ദ്രം എവിടെ ആയിരിക്കും? ഈ രണ്ട് ആംഗിൾ ബൈസെക്ടറിന്റെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതാണ് വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും സർ? ആരല്ലാണ്ട് എങ്ങനെ വൃത്തം വരയ്ക്കാം? എത്ര ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് കുത്തനെ താഴോട്ട് ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ, ഏകദേശം അല്ല 90 ഡിഗ്രിയിൽ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കാം. ഇതാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേന്ദ്രം, ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ കോമ്പസ് വെക്കുന്നു, ഈ അളവെടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റ് ഈ വൃത്തം കിട്ടും. ചെറിയൊരു മാറ്റം ഇവിടെ തൊടുന്നുണ്ട്, ഇവിടെ തൊടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വലിയൊരു ഡീലാക്കി എടുക്കേണ്ട. നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഇതാണ് ഫിഗർ. ആൻഡ് മെഷർ ഇറ്റ്സ് റേഡിയസ്. ആരം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ റഫായിട്ടാണ് വരച്ചത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഈ ആരം എത്ര ആണെന്ന്. മേ ബി നിങ്ങൾ അളന്ന് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3.1 2.9 എത്രയാണോ കിട്ടുന്നത് അത് കറക്റ്റ് ആക്കിയിട്ട് അവിടെ അങ്ങ് എഴുതിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടാൻജൻസിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് സർക്കിൾസ് എന്ന് പഠിച്ചത്? എന്താണ്? ഒരു വൃത്തം, അതിൻ്റെ ഉള്ളിലാണ് ത്രികോണം വരുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത്, ഇവിടെ എത്രയാണോ ആംഗിൾ ത്രികോണത്തിന് വേണ്ട അതിൻ്റെ ഡബിൾ എടുക്കേണ്ടി വരും. ഓക്കെ. രണ്ടാമത് എന്താണ്, ടാൻജൻസിലേക്ക് വന്നപ്പം ത്രികോണം, അതിൻ്റെ ഉള്ളിൽ വൃത്തം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരയ്ക്കാം. റേഡിയസ് തരും, അല്ലെ റേഡിയസ് തരൂല. റേഡിയസ് തന്നാൽ എന്ത് ചെയ്യും? ആദ്യം വൃത്തം വരയ്ക്കും, എന്നിട്ട് അവരിപ്പോൾ ഇവിടെ 50 വേണമെന്നാണ് പറഞ്ഞെങ്കിൽ 150 - 50 എത്ര? 130. നമ്മൾ എന്തെടുക്കും? സെൻട്രൽ എടുക്കും. അതുപോലെ എല്ലാം എടുത്തിട്ട് ടാൻജൻസ് വരയ്ക്കും. ഇനി മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ്? ഈ ഫിഗർ തന്നെ, സെയിം ഫിഗർ തന്നെ, പക്ഷെ എന്താ, ഇതിൻ്റെ റേഡിയസ് തരൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞ ത്രികോണം ആദ്യം വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് സർക്കിൾ, വൃത്തം വരയ്ക്കും. എങ്ങനെ? ഏതെങ്കിലും രണ്ട് കോണിന് സമവാജി വരച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും, താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ റേഡിയസ് കിട്ടും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്തെന്നാണ്? അങ്ങനെ തന്നെയാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4, 5 ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 70. ഡ്രോ ദ ഇൻ സർക്കിൾ. ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇൻ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കണം. ഓക്കെ. ആൻഡ് മെഷർ ഇറ്റ്സ് റേഡിയസ്. അത്രേ ഉള്ളൂ. നേരത്തെ അതേ ചോദ്യം. നേരത്തെ ത്രികോണത്തിന്റെ 3 സൈഡ് തന്നിനും, ഇപ്പൊ ഇവിടെ എന്താ, 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളുവേ തന്നിയുള്ളൂ. എന്നാലും നമുക്കിത് വരച്ചൂടെ? നോക്കൂ, 4, 5 അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്ര? 70. എങ്ങനെ വരയ്ക്കുക? 4, 5 അല്ലേ സൈഡ്സ്? നോക്കി 4 സെന്റിമീറ്റർ വരച്ചു. അടുത്ത എനിക്ക് തോന്നുന്നവർ ഇങ്ങനെയാണോ 5 സെന്റിമീറ്റർ വരയ്ക്കേണ്ടത്? അല്ല, ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ മുന്നേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 70 ആണോ അല്ലേ? അപ്പം ഞാൻ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 70 ഇങ്ങനെ മാർക്ക് ചെയ്തിടണം. ഓക്കെ. അപ്പോൾ 70 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇടും. ഇവിടെ ഞാൻ 70 മാർക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് എന്താണ്, കറക്റ്റ് ഈ പോയിന്റ് കൂടി ഇങ്ങനെ പോയിട്ട് എത്ര? 5 സെൻറ്റിമീറ്റർ വരെ ആക്കും. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 70. ഇനി ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. അവർ പറഞ്ഞ ട്രയാങ്കിളായി. ഇനി രണ്ടിനും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. ആൻഡ് അപ്പം എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്നു, റേഡിയസ് കിട്ടുന്നു, വരയ്ക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യം, അത്രയേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ഒറ്റ പ്രാവശ്യം കൂടി ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, സർക്കിൾസിൽ നിന്നും ടാൻജൻസിൽ നിന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ എന്താണ്, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഒരു സർക്കിൾ നമ്മളോട് വരയ്ക്കാൻ പറയും, അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ആ സർക്കിൾ ആദ്യം വരയ്ക്കും, എന്നിട്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയാണോ വേണ്ടി അതിൻ്റെ ഡബിള് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. സോ ഇവിടെ ട്രയാങ്കിൾ പുറത്താണ്, ഉള്ളിലാണ്, സർക്കിൾ എന്താ പുറത്താണ് അല്ലേ? ഇതെന്താണ്, അന്തർവൃത്താണോ? അല്ല, പരിവൃത്തം എന്ന് പറയും അല്ലേ? പുറത്താണ് വൃത്തം അല്ലേ? പുറത്താണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തതായി നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇവിടെ 5 PA × PB = PC². ഇത് 5ഉം ഇത് 3ഉം ആണ്. ഇത് √15 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൻഡ് അവിടെ ഉണ്ടാവേണ്ട കണ്ടീഷൻ എന്താ? ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ, വ്യാസമാവണം. ആൻഡ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസത്തിന് പെർപെൻഡിക്കുലറും ആവണം. അങ്ങനെ അതുകൊണ്ട് ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. √18 വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 9ഉം 2ഉം എടുക്കും. അപ്പോൾ 9 × 2 18. അപ്പോൾ ഇത് √18 കിട്ടുക. എങ്ങനെ ചെയ്യുക? ഇപ്പം എനിക്ക് √18 ലൈനാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? 9 സെൻറ്റിമീറ്റർ
2 സെൻറ്റിമീറ്റർ. ഇനി ഇവൻ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കി അർദ്ധവൃത്തം വരയ്ക്കണം. അപ്പോൾ എത്ര 5.5 ഞാൻ കുത്തിടുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു സർക്കിൾ. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇത് 9 ഇത് 2 ആയതുകൊണ്ട് ഇത് √18 ഉണ്ടാവും ഇവൻ. അങ്ങനെ സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാം. ഇനിയോ √12 നമുക്ക് അങ്ങനെ വരയ്ക്കാം. അതുപോലെ ഇങ്ങനെ പറയും 5, 3 ഉള്ള എന്താണ് സൈഡ്സുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതേ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ആ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് 5 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ 3 കൂടി ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് 5 ഇത് 3 എത്ര 15. അപ്പോൾ 5 × 3 15. അപ്പോൾ ആ 5ൻ്റെ റൂട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുക. ആൻഡ് പിന്നെ അത് കണക്ട് ചെയ്താൽ മതി. അതെന്താ നോക്കൂടാ, ഇതിൻ്റെ ഏരിയ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ 15 വരണം. സ്ക്വയറിൻ്റെ ഏരിയ 5 വരണമെങ്കിൽ ഒരു സൈഡ് എത്രയാണോ, √5 ആണോ. ആ √5 ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ടാൻജൻസിലേക്ക് വരുമ്പോൾ ഇത്ര അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറയും. അപ്പോൾ എത്രയാണോ അകലെ അത് വ്യാസമാക്കി ഡയമീറ്റർ ആക്കി ഒരു വൃത്തം വരയ്ക്കുക. ഈ 2 വൃത്തോട് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും വരച്ചാൽ ടാൻജൻ്റായി. പിന്നെ നമ്മളോട് ഇങ്ങനെയാണ് എന്താണ് വരയ്ക്കാൻ പറയുക, ഇൻ സർക്കിളാണ് വരയ്ക്കാൻ പറയുക. അതായത് ട്രയാങ്കിൾ അതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരണം. അത് 2 രീതി ചോദിക്കും. ഒന്ന് റേഡിയസ് തന്നിട്ട് ചോദിക്കും, റേഡിയസ് തന്നിട്ട് ഇത് വരയ്ക്കാൻ പറയും. നോക്കൂ, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ വൃത്തം വരയ്ക്കും. ആൻഡ് ഇവിടെ 50, 60, 70 കിട്ടേണ്ടതെങ്കിൽ 150 50, 60, 70 കുറച്ചിട്ട് എത്രയാണോ അതാണ് നമ്മൾ സെൻറ്ററിൽ എടുക്കേണ്ടത്, ഡബിൾ അല്ല. ഓക്കെ, ഇനിയോ എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത്, അല്ല, അങ്ങനെ കണക്ട് ചെയ്താൽ സർക്കിൾ പുറത്തായി പോകില്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, യെസ്, ഈ പോയിന്റിൽ നിന്നൊക്കെ ടാൻജൻസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 50 കിട്ടും, 120 ആണെങ്കിൽ 60 കിട്ടും, അതുകൊണ്ട് എല്ലാം കിട്ടും. ഇനിയോ ആ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ ആദ്യം സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ, ഇല്ല, ട്രയാങ്കിളെ വരയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കും, ഇതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കും. എങ്ങനെ, ഇതിൻ്റെ ഏതെങ്കിലും 2 ആംഗിളിനും ബൈസെക്ടർ വരയ്ക്കുന്നു. കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് നമ്മളുടെ സെൻറ്റർ കേന്ദ്രം. സെൻറ്റർ കേന്ദ്രം അവിടുന്ന് കുത്തനെ താഴോട്ടുള്ളതാണ് റേഡിയസ്. വരച്ചു കഴിഞ്ഞാൽ ഈസിലി ആൻസറായി. ആൻഡ് ഇവിടെയും അതേ സെയിം സംഭവമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു നിന്നാൽ നാളത്തെ എക്സാമിന് നല്ല പബ്ലിക് എക്സാമിനും ഒരൊറ്റ മാർക്ക് പോലും നിങ്ങൾക്ക് പോകില്ല. സോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് മാത്രമല്ല എല്ലാ എല്ലാ സബ്ജക്റ്റും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. സോ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് വരയ്ക്കാൻ അറിയാത്ത, ഒന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെ നമുക്ക് പാസ്സാക്കി A+ ഫുൾ മാർക്കിലേക്ക് ഒക്കെ എത്തിക്കണം. ഓക്കെ ആണല്ലോ, റെഡി, ബൈ.